പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം. അപകടത്തിൽ ജീവൻ പൊലിഞ്ഞ ഏക മകന്റെ ഭൗതിക ശരീരം അമ്മയ്ക്കൊരു നോക്ക് കാണുവാൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് അണക്കര വെള്ളറയിൽ ഷൈജുവും ബന്ധുക്കളും. കഴിഞ്ഞ 17-ന് അണക്കര ചെല്ലാർകോവിലിൽ ബൈക്കും ജീപ്പും കൂട്ടിയിടിച്ച് മരിച്ച ഷാനറ്റ് ഷൈജുവിന്റെ മൃതദേഹമാണ് കുവൈറ്റിൽ കുടുങ്ങിക്കിടക്കുന്ന അമ്മ ജിനുവിന്റെ വരവ് പ്രതീക്ഷിച്ച് 5-ാം നാൾ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നത്. 17-കാരനായ ഏക മകന്റെ വേർപാട് ജിനുവിനെ ഇനിയും അറിയിച്ചിട്ടില്ല. അണക്കര കൊടുവേലിക്കുളത്ത് അലൻ കെ ഷിബുവും അപകടത്തിൽ മരിച്ചിരുന്നു. കുവൈറ്റിൽ ജോലിക്ക് പോയി തടങ്കലിൽ കഴിയുന്ന അമ്മ ജിനുവിന് തിരികെ എത്തുവാൻ വഴി തെളിഞ്ഞിട്ടില്ല. 3 മാസം മുൻപാണ് ജിനു കുവൈറ്റിൽ ജോലിക്കെത്തിയത്. പറഞ്ഞിരുന്ന ജോലിക്ക് പകരം കഠിനമായ മറ്റു ജോലികളാണ് ജിനുവിന് ചെയ്യേണ്ടി വന്നത്. ഒരു കുടുംബത്തിലെ കുട്ടിയെ നോക്കുവാനായി പത്തനംതിട്ടയുള്ള ഒരു ഏജൻസി വഴിയാണ് ജിനു കുവൈറ്റിലെത്തിയത്. ജോലി ഭാരവും ആരോഗ്യ പ്രശ്നങ്ങളും മൂലം തനിക്ക് ജോലി തുടരുവാൻ പറ്റുന്ന സ്ഥിതിയല്ലെന്ന് ജിനു ഏജൻസി അറിയിച്ചപ്പോൾ ജീവനക്കാരെത്തി മറ്റൊരു സ്ഥലത്ത് തടവിലാക്കി. വാഗ്ദാനം ചെയ്ത് ശമ്പളവും കൊടുത്തില്ല. പിന്നീട് കുവൈറ്റ് മലയാളി അസോസിയേഷൻ ഭാരവാഹികളുടെ സഹായത്തോടെ ഏജൻസിയുടെ തടങ്കലിൽ നിന്ന് രക്ഷപ്പെട്ട് ഇന്ത്യൻ എംബസിയിലെത്തി. കോടതി നടപടികൾക്ക് ശേഷം തടങ്കലിലാണിപ്പോൾ. താൽക്കാലിക പാസ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ 16-ന് തിരികെ വരാനിരിക്കുമ്പോഴാണ് പശ്ചിമേഷ്യയിലെ യുദ്ധവും കോവിഡും പ്രതിസന്ധിയിലാക്കിയത്. മലയാളി അസോസിയേഷനും യാക്കോബായ സഭാ നേതൃത്വവും എംപിമാരായ ഡീൻ കുര്യാക്കോസ്, സുരേഷ് ഗോപി, ആന്റോ ആന്റണി എന്നിവരും ജിനുവിനെ നാട്ടിലെത്തിക്കുവാനായി ഇടപെടുന്നുണ്ട്. വെള്ളിയും ശനിയും കുവൈറ്റിൽ അവധി ദിനങ്ങളായതിനാൽ ഒരിടപാടും സാധ്യമായിരുന്നില്ല. ചൊവ്വാഴ്ച ജിനുവിന്റെ നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ജിനു എത്തിയാലും ഇല്ലെങ്കിലും ബുധനാഴ്ച സംസ്കാരം നടത്തുവാനാണ് ബന്ധുക്കളുടെ ഇപ്പോഴത്തെ തീരുമാനം. തമിഴ്നാട്ടിൽ നിന്ന് തൊഴിലാളികളെ കുത്തിനിറച്ച് അമിത വേഗതയിൽ എത്തുന്ന ജീപ്പുകൾ എന്നും ഹൈറേഞ്ച് നിവാസികൾക്ക് പേടി സ്വപ്നമായിരുന്നു. ഇത്തരം യാത്രകളിൽ അനേകം അപകടങ്ങൾ ഉണ്ടായിട്ടും ഇവരെ നിയന്ത്രിക്കുവാൻ അധികൃതർ തയ്യാറാകാത്തതിന്റെ പരിണിത ഫലമായിരുന്നു ചെല്ലാർകോവിൽ നടന്ന ഈ അപകടം. 2 യുവാക്കളുടെ ജീവൻ പൊലിഞ്ഞതിന്റെ ഉത്തരവാദിത്തം നിയമലംഘനത്തിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ നേതാക്കൾക്കുമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ജില്ലയിലെ ഏലത്തോട്ടങ്ങളിൽ നിന്ന് പണിക്കായി ആയിരക്കണക്കിന് തൊഴിലാളികളാണ് തമിഴ്നാട്ടിൽ നിന്ന് ദിവസവും എത്തുന്നത്. കുമളി, കമ്പമെട്ട്, ബോഡിമെട്ട് അതിർത്തികളിലൂടെ എത്തുന്ന ജീപ്പുകളുടെ കൃത്യമായ കണക്ക് തന്നെ അധികൃതർക്കില്ല. ഒരു ജീപ്പിനുള്ളിൽ 20 മുതൽ 25 തൊഴിലാളികളെ വരെ കുത്തിനിറച്ചാണ് കൊണ്ടുവരുന്നത്. പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ നിയമലംഘനം കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഒരു ജീപ്പിന് നിശ്ചിത തുക എല്ലാ മാസവും പോലീസിന് കൃത്യമായി നൽകാറുണ്ടെന്നാണ് തൊഴിലാളികളെ എത്തിക്കുന്ന ഇടനിലക്കാർ പറയുന്നത്. തൊഴിലാളി ക്ഷാമം കൃഷി ബാധിക്കുമെന്നതിനാൽ സാധാരണക്കാരും ഈ നിയമലംഘനത്തിന് എതിരെ പ്രതികരിക്കാറില്ല. തൊഴിലാളികളുമായി എത്തുന്ന വാഹനങ്ങളിലെ അമിത വേഗത്തിന് അറുതി വരുത്തണമെന്നാണ് ഇപ്പോൾ സാധാരണ ജനങ്ങളുടെ ആവശ്യം. ഇതിനൊപ്പമാണ് ജിനു ഏറ്റവും അവസാനമായി മകനെ ഒരു നോക്ക് കാണുവാനായി നാട്ടിലേക്ക് എത്തണമെന്ന് ആ കുടുംബം പോലും ആഗ്രഹിക്കുന്നത്.